ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാലേ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ആ. രാവിലെ ഒരു 8 മണിക്ക് ശേഷമാണ് അവൻ എണീക്കണത്. അവനാണെങ്കിൽ 10 മണിക്ക് ജോലിക്ക് കയറാനുള്ളതാ. എണീറ്റപ്പോ വൈകിപ്പോയതുകൊണ്ടും ജോലിക്ക് കയറാൻ ലേറ്റ് ആകുമോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടിട്ടും വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കാണ്ടാണ് അവൻ ജോലി സ്ഥലത്തോട്ട് പോണത്. ഇവൻ എന്നും ബസ്സിനാണ് ജോലി സ്ഥലത്തോട്ട് പോണത്. അപ്പൊ സ്ഥിരമായിട്ട് പോകുന്ന ആ ബസ് മിസ്സായാലോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടിട്ട് ധൃതി പിടിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് ഇവൻ ഓടണേണ്. അങ്ങനെ ഓടി ഓടി ബസ് സ്റ്റോപ്പിന്റെ അവിടെ എത്തി. റോഡിന്റെ ഓപ്പോസിറ്റ് വശത്താണ് ബസ് സ്റ്റോപ്പ് നിൽക്കുന്നത്. അപ്പൊ ഇവൻ റോഡിന്റെ ഇപ്പുറത്തെ വശത്താണ്. ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം ബസ് സ്റ്റോപ്പിലോട്ട്. ഇവൻ റോഡിന്റെ ഇപ്പുറത്തെ വശത്ത് വന്ന് നിന്നതും ഇവന് പോവാനുള്ള ബസ് അവിടെ വന്നു. അപ്പൊ ആ ബസ് എങ്ങാനും ഇവന് മിസ്സായാലോ എന്നുള്ള പേടി കൊണ്ടിട്ട് ഇവൻ ധൃതി പിടിച്ചിട്ട് ആ റോഡ് അങ്ങ് ക്രോസ് ചെയ്യണേണ്. ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി റോഡിലോട്ട് ഇറങ്ങിയതും അവിടെ നിന്ന് ഒരു കാറ് ചീറിപ്പാഞ്ഞ് വന്നിട്ട് ഇവനെ ശക്തിയായിട്ട് ഇടിച്ച് ഇവനങ്ങ് തെറിച്ചു പോണേണ്. അയ്യോ. ഇവൻ അങ്ങനെ തെറിച്ചു പോയതും ഇവൻ വേഗം അവിടെ നിന്ന് ഞെട്ടി എണീക്കണേണ്. ഏ, അതായത് ഇവൻ കണ്ടത് സ്വപ്നമായിരുന്നു. ആകെ ടെൻഷനായിട്ടാണ് ഇവൻ ഞെട്ടി എണീക്കണത്. കാരണം അവൻ ആക്സിഡന്റ് പറ്റിയ ഒരു സ്വപ്നമാണല്ലോ കാണുന്നത്. ഇവൻ സമയം നോക്കുമ്പോ 8 മണിക്ക് ശേഷമാണ് ഇവൻ എണീക്കണത്. 10 മണിക്ക് ഡ്യൂട്ടിക്ക് കയറാനായിട്ട് ഡിലേ ആയി. ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം ധൃതി പിടിച്ച് റെഡിയായി ഫുഡ് പോലും കഴിക്കാണ്ട് ഇവൻ ഇറങ്ങണേണ്. അപ്പൊ ഇവൻ ഇറങ്ങുന്ന സമയത്ത് ഇവന്റെ മൈൻഡിൽ ഇവൻ രാവിലെ കണ്ട ഈ സ്വപ്നം തന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതിലെ പോലെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഒരു ഭയം കൊണ്ടിട്ട് ഇവൻ ബസ്സിന് പോവാണ്ട് ഇവന്റെ കാർ എടുക്കണേണ്. എന്നിട്ട് ഇവൻ കാറിൽ കയറി ജോലി സ്ഥലത്തോട്ട് പോണ വഴിയിലും ഇവന്റെ മൈൻഡിൽ ആകെ അലട്ടിക്കൊണ്ടിരിക്കണേണ് ഈ സ്വപ്നം. അങ്ങനെ കാർ ഓടിച്ച് അങ്ങനെ പോണ വഴി പെട്ടെന്ന് റോഡിന്റെ അപ്പുറത്തുനിന്ന് ഒരു പയ്യൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡിൽ അങ്ങ് ഇറങ്ങിയതും ഇവന്റെ കാറിന്റെ മുമ്പിലോട്ടാണ് അവൻ വന്ന് നിൽക്കണത്. അപ്പൊ ഇവൻ സ്പീഡിൽ വന്നത് കൊണ്ടിട്ട് ആ പയ്യനെ ശക്തിയായിട്ട് അങ്ങ് ഇടിച്ച് തെറിപ്പിച്ച് വേഗം തന്നെ ആ പയ്യനും തെറിച്ചുപോയി. ആകെ ഒരു മരവിപ്പ് വന്നിട്ട് ഇവൻ അവിടെ വണ്ടി നിർത്തി. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് അറിയാണ്ട് അവൻ ആകെ ഒരു മരവിപ്പായിട്ട് അവൻ ആ കാറിൽ തന്നെ വിറച്ച് അങ്ങനെ ഇരിക്കണേണ്. അപ്പൊ വണ്ടി ഇടിച്ചത് അവനെയാണ്. അതെങ്ങനാ? അവനല്ലല്ലോ വണ്ടി ഇടിച്ചത്. അവനല്ലേ വണ്ടി ഇടിച്ചത്. പക്ഷെ അവനെ വണ്ടി ഇടിച്ചതായിട്ടല്ലേ അവൻ കണ്ടത്. പക്ഷെ അവനെ വണ്ടി ഇടിച്ചില്ലല്ലോ. അവനല്ലേ വണ്ടി ഇടിച്ചത്. എടാ, അവനെയല്ലേ വണ്ടി ഇടിച്ചത്. എനിക്കെന്റെ കിളിവ് അറിയും.